أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وأتباعه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ, ഖൈറും ബർക്കത്തും ധാരാളം നൽകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹുവിന്റെ മഹലായ ഫദ്ല് കൊണ്ട് സ്വീകരിച്ച് ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇൽമു പകർന്നു തന്ന നമ്മുടെ ഗുരുനാഥന്മാർ, അതിനുവേണ്ടി സഹായിച്ച രക്ഷിതാക്കള്, സുഹൃത്തുക്കള്, സഹോദര സഹോദരിമാർ, അവർക്കെല്ലാവർക്കും അർഹമായിരിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തോടുകൂടെ ദീർഘാശം നൽകി നമ്മെ ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇൻഷാ അല്ലാഹ് 90ാമത്തെ ക്ലാസ്സിലേക്ക് ശറഹ് റാത്തീബിന്റെ ക്ലാസ് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, 90ാമത്തെ ക്ലാസ്സിലേക്ക് അല്ലാഹു ആയുസ് നൽകിയല്ലോ, ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ നൽകിയത് വലിയൊരു നിഅമത്തല്ലേ. അൽഹംദുലില്ലാഹ്. അൽഫമറ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഫാത്തിഹയിലൂടെയാണല്ലോ. അതിന്റെ ഉൾക്കാമ്പിലൂടെ സഞ്ചരിച്ച് പലതും നമ്മൾ നേടിയെടുത്തു. അതിൽ ബിസ്മി ഉണ്ടായിട്ടും ഇല്ലാതെയുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചർച്ച. ആ ഒരു ചർച്ചയും കൂടി ഇതിൽ നടക്കുമ്പോൾ ബിദ്അത്തുകാര് എല്ലാ കാര്യങ്ങളിലും അഥവാ വിശ്വാസകാര്യങ്ങൾ മായം ചേർത്ത് മറ്റുള്ളവരെ കൊച്ചാക്കുന്ന ആ സമുദായം, കർമ്മപരമായുള്ള കാര്യങ്ങൾ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പോലും മായം ചേർത്തുകൊണ്ട് ഹദീസ് വായിച്ച് പാവപ്പെട്ട പാമരന്മാരെ വിഡ്ഢികളാക്കലുണ്ട്. മദ്ഹബ് അവർക്കില്ലതാണ്. മദ്ഹബ് ഇല്ലാത്ത കാലത്തോളം റസൂലുള്ളാഹിന്റെ ഹദീസ് എന്നല്ല, ഖുർആൻ തന്നെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഏതായാലും വിഷയത്തിലേക്കൊന്ന് വരട്ടെ. സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണമല്ലോ, അതിനു വേണ്ടി പ്രവർത്തിക്കുകയും വേണം. വഅഖറജ സഅലബിയു അൻ തുൽഹത ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. തുൽഹ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സഅലബി ഇമാം റിപ്പോർട്ട് ചെയ്തതായി കാണാം. തുൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ തറക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഖദ് തറക ആയത്തൻ മിൻ കിതാബില്ലാഹ് എന്ന ഹദീസിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഒരു ആയത്ത്, അത് ബിസ്മിയുടെ ഒഴിവാക്കിയതാണ്. എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങി നിൽക്കുക. ഈ ബിസ്മി ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അയാളെ പറ്റി എന്ത് പറയാം? അള്ളാഹുവിന്റെ കിതാബിൽപ്പെട്ടതായ ഒരു ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്ത് അയാൾ ഒഴിവാക്കി എന്നായി. അപ്പൊ അള്ളാഹുവിന്റെ ആയത്ത് അയാൾ ഒഴിവാക്കിയ ആളായി എന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണ് ബിസ്മിയെ കുറിച്ചുള്ള ചർച്ചയെങ്കിൽ, പ്രവിശാലമായി ചർച്ച ചെയ്ത ഈ ബിസ്മിയിൽ രത്ന ചുരുക്കമായി കൊണ്ട് ഹബീബ് എന്നവര് തന്റെ ഷറഹിലൂടെ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ കാര്യം ഇവിടെ ഉദ്ധരിച്ച് നമുക്ക് തരുന്നു. എന്താണ് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ മൊഴികൾ ഇവിടെ ഷറഹിലൂടെ നമുക്ക് രേഖപ്പെടുത്തി വരച്ച് കാണിച്ച് തരുന്നത്? നമുക്ക് സഞ്ചരിക്കാം. ഖാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു പറയുന്നു, എവിടെ പറഞ്ഞു? ഈ ഹാഷിയത്തുൽ ബൈളാവി, ബൈളാവിക്ക് ഒരു ഹാഷിയുണ്ട്, അതിന്റെ പേരാണ് ഹാഷിയത്തുൽ ബൈളാവ്. ആ ഹാഷിയത്തുൽ ബൈളാവിൽ കാണാം ഖൗലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഫാത്തിഹയിൽ പെട്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഷാഫി ഫിഖ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഈ ആയത്ത്, അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച മിൻ മുഹിമ്മാത്തിൽ മസാഇൽ, മുഖ്യമായ മസ്അലകളിൽപ്പെട്ട് തന്നെയാണ്. ഈ ബിസ്മിയെ കുറിച്ചുള്ള ഈ ചർച്ച ഒരു മുഖ്യമായ മസ്അലയായിരിക്കുക എന്നുള്ളത് തന്നെ ബന്ധമായതാണ്. അത് യഥാർത്ഥം തന്നെയാണ്. കാരണം ലിഅന്നഹു കലാമു മുതഅല്ലിഖും ബിഇസ്ബാതി ആയത്തിൻ മിൻ കിതാബില്ലാഹി ഔ നഫീഹ അൻഹു. സംസാരം ഇവിടെ ഉണ്ട്.
ബിസ്മിയുമായി ബന്ധപ്പെട്ട്. എന്താണ്? അള്ളാന്റെ കിതാബിലുള്ള ഒരു ആയത്താണ് ബിസ്മി. അള്ളാന്റെ കിതാബിലുള്ള ഒരു ആയത്താണ് ബിസ്മി എന്നും അല്ല എന്നും. ഇങ്ങനെയുള്ളതായ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചർച്ചകൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ആ ബിസ്മിയെ കുറിച്ചുള്ള മസ്അല മർമ്മപ്രധാനം തന്നെയല്ലേ, അറിയേണ്ടത് തന്നെയാണ്. മാത്രവുമല്ല വഖദ് അഫ്റദ ബിത്തസ്നീബി ഖൽഖും മിനൽ അഇമ്മത്തി, വിവരസ്ഥന്മാരായ സമുദായത്തെ മാർഗദർശിയാക്കാൻ പറ്റുന്ന ഇമാമിങ്ങൾ, അവരിൽ ഒരു വിഭാഗം ആളുകൾ പ്രത്യേകം തന്നെ ബിസ്മിക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്വന്തം തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ബിസ്മി മാത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. അപ്പൊ ആ ബിസ്മിന്റെ മസ്അല എത്ര പ്രാമുഖ്യമുള്ളതാണ്, മർമ്മപ്രധാനമുള്ളതാണ്, മുഖ്യമായി തന്നെയല്ലേ. എന്നിട്ട് സുമ്മ അത്വാലൽ കലാമ ജിദ്ദൻ, ഒരുപാട് സംസാരം നീട്ടി പരത്തി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമിൻഹു, ആ കലാമിൽ പെട്ടതാണ് എന്ത്? വസ്തഷ്കല ആഖറൂനൽ അംറൈനി മഅൻ അൽ ഇസ്ബാത വന്നഹിയ. രണ്ട് കാര്യത്തെ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഇവിടെ സംശയിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് രണ്ട് കാര്യം? ഒന്ന് ഇസ്ബാത്ത്, മറ്റൊന്ന് നഫി. ബിസ്മി ആയത്തിൽ പെട്ടതാണ് ഇസ്ബാത്ത്, ബിസ്മി ആയത്തിൽ പെട്ടതല്ല നഫി. ഈ രണ്ട് കാര്യമാണ് അമ്ര. ഈ രണ്ട് കാര്യം ഒപ്പം തന്നെ ചില ആളുകൾ സംശയപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അതും നീട്ടിപ്പരത്തി പറഞ്ഞ സംസാരത്തിൽ പെട്ടതാണ്. അതൊക്കെ പാടെ ഇവിടെ കൊണ്ടുവരുന്നില്ല. നമുക്ക് തീരേണ്ട ഒരു പ്രധാന ഭാഗമുണ്ട്, അത് മാത്രമേ പറയുന്നു. കാരണം ഈ ഫായിദ ഉൾക്കാമ്പാണ്. അപ്പൊ ഉൾക്കാമ്പ് ഇവിടെ പറയൂ. ഏതൊരു ഇമാമിന്റെയും ഉൾക്കാമ്പ് എടുത്തിട്ട് ഇവിടെ ചർച്ച ചെയ്ത് പോവുള്ളൂ. ലി അന്നൽ ഖുർആന, ഇങ്ങനെ ഒരു സംശയം ഇവിടെ രേഖപ്പെടുത്തി കൊണ്ടുവന്നു. അതെന്താ കാരണം? ലി അന്നൽ ഖുർആന ലാ യസ്ബുതു ബിൽ വന്നി വലാ യൻദവി ബിൽ വന്നീന. വിശുദ്ധമായിരിക്കുന്ന ഖുർആന് ഒരു മനുഷ്യന്റെ വിചാരം കൊണ്ട്, അനുമാനം കൊണ്ട് സ്ഥിരപ്പെടുന്നതല്ല. അനുമാനം കൊണ്ട് നിഷേധിക്കാനും പറ്റില്ല. അനുമാനം കൊണ്ട് സ്ഥിരപ്പെടാത്തതുമല്ല, സ്ഥിരപ്പെടുന്നതുമല്ല. യഖീൻ തന്നെ വേണം. അങ്ങനെ വരുമ്പോ വലാ ശക്ക അന്നഹു ഇസ്കാറും കവിയും കിൽ ജബൽ. അപ്പൊ ഇവിടെ ഇസ്ബാത്ത് നഫി ആയത്തിൽ പെട്ടതാണ് അല്ല എന്ന് പറയുന്ന ഈ ഒരു സംശയം ഖുർആൻ ലന്നുകൊണ്ട് സ്ഥിരപ്പെടുന്നില്ല, ലന്നുകൊണ്ട് ഇല്ലാതെ ആവുന്നില്ല. ഒക്കെ യഖീൻ വേണം. അങ്ങനെ വരുമ്പോൾ ഈ സംശയം പർവ്വത സമാനമായി നല്ല കട്ടിയും ഉറച്ചതും ശക്തിയുള്ളതായ സംശയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ പിന്നെ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്ന ശക്തിയുള്ള ഈ സംശയത്തെ പർവ്വതത്തിനെ ഇടിച്ചു നിരപ്പാക്കാൻ പറ്റുന്ന ആയുധം ഏതാണോ അതിനോട് സമാനമായ ആയുധം ഇവിടെ വേണ്ട ഈ സംശയം പൊളിക്കാൻ. അപ്പൊ അതിന് പറ്റുന്ന ആയുധം ഒത്തഹത്തേക്കുവിതാലിക്ക, ഈ സംശയത്തിൽ സംശയ ദൂരീകരണത്തെ പൊടിച്ച് കളയണം. ആ സംശയത്തെ പൊടിയാക്കണം. അങ്ങനെ പൊടിയാക്കുന്നതിൽ അതിന് പറ്റുന്ന ആയുധം തഹ്ഖീഖ്, ഉറപ്പാക്കുക എന്ന ആയുധം തന്നെയാണ്. എന്താ തഹ്ഖീഖ്? അന്നഹു ലാ ഹറജ ഫി ഇസ്ബാതിഹാ വലാ ഫി നഫീഹാ. ബിസ്മി ആയത്തിൽ പെട്ടതാണെന്ന് സ്ഥിരപ്പെടുത്തുന്നു, പെട്ടതല്ല എന്നും പറയുന്നു. ഈ രണ്ട് കാര്യത്തിലും കുറ്റമില്ല. അതാണ് തഹ്ഖീഖ്. അപ്പൊ സംശയം അങ്ങ് പോകുന്നു. വഅന്ന കുല്ലം മിൻകുമാ ഖത്ഇയ്യുൻ, ഈ രണ്ട് കാര്യത്തെ കുറിച്ചുള്ള ചർച്ച ലന്നിയല്ല, ഖത്ഇ തന്നെയാണ്. അപ്പൊ ഇനി അതിനെ ബയാൻ ചെയ്യണല്ലോ. അത് നമുക്കിത് മനസ്സിലാക്കണ്ടേ? അതാണ് ഇനി ബയാൻ. ഓ ബയാനുഹു, ഈ രണ്ട് കാര്യം ഖത്ഇയാകുമ്പോൾ അതെങ്ങനെ അതിനെ ബയാൻ ചെയ്യുന്നത്? അന്നൽ ഖുർആന നസല അലാ സബഅതി അഹ്റുഫിൻ, നിശ്ചയം വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ 7 ഹറഫുകളുടെ മേലാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഫനസല ഫീ ബഅദിഹാ അൽ ബസ്മലതു, ആ 7 ഹറഫുകൾ ചിലതിൽ ബിസ്മി ഇറങ്ങി. വലം യൻസിൽ ഫീ ബഅദിഹാ അൽ ബസ്മലതു, ചിലതിൽ ബിസ്മി വന്നിട്ടില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന രൂപം ആണ് ബയാൻ ചെയ്യുന്നത്. വഹിയ നളീറുൽ ഖിറാഅത്തിൽ മുഖ്തലിഫ, ഈ പറഞ്ഞ സംഗതി നമുക്ക് ആലോചിച്ചാൽ വിവിധങ്ങളായ രീതിയിലുള്ള ഓത്തുകളോട് വന്നിട്ടുണ്ട്. ആ ഓത്തു പോലെയാണ് ഇപ്പോ ഈ ബിസ്മി ഇവിടെ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ മസ്അല. വിവിധങ്ങളായ രൂപത്തിലുള്ള ഓത്തുകൾ ഏതുപോലെ ചോദിച്ചാൽ ഔസ വസ്സ, ഒന്ന് തെജിരി തഹ്തഹ വമിൻ തഹ്തിഹ, സൂറത്ത് തൗബയിൽ കാണും. ഇത്
തജ്രി തഹ്തഹ എന്നും ഓതിയിട്ടുണ്ട്, വമിൻ തഹ്തിഹ എന്നും ഓതിയിട്ടുണ്ട്. ഔസ വസ്സ ഇങ്ങനെയും കാണാം. ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ് വഫഇന്നല്ലാഹ അൽ ഗനിയ്യു ബിഇസ്ഖാതി ഹുവ ഫിൽ ഹദീദി. ഹദീദ് സൂറത്തില് ഹുവയെ കളഞ്ഞുകൊണ്ട് ഫഇന്നല്ലാഹ അൽ ഗനിയ്യു ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യു ഹമീദ് ഹുവയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ രീതിയിലൊക്കെ വന്നിട്ടില്ലേ ഒത്തുകൾ എന്നതുപോലെ ബിസ്മി ഉണ്ടായിട്ടും ഇല്ലാതെയും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഖുർആനിലുണ്ടെന്ന് കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ, അതുറപ്പല്ലേ. എന്നതുപോലെ തന്നെ ബിസ്മി ഇല്ല, ബിസ്മി ഉണ്ട്. അപ്പൊ രണ്ടും കത്തിയാവുമല്ലോ. വലാ യഖ്ഫാ അന്നൽ ഖിറാഅത്തല്ലതി ഫീഹാ സിയാദത്തും മിൻ വഹുവ ഈ രണ്ട് അക്ഷരത്തെ കൂട്ടിയിട്ടുള്ളതായ ഓത്തും അല്ലത്തി ഫീഹാ ഇസ്ഖാതു കിലാഹിമാ മിൻ ഹുവ ഈ രണ്ടക്ഷരത്തെ കളഞ്ഞുകൊണ്ടുള്ള ഓത്തും ഖത്ഇയ്യത്താനി അത് രണ്ടും ഖത്ഇയ്യാണല്ലോ, വന്നിയല്ലല്ലോ. മുത്തവാത്തിറാനി അതിങ്ങനെ മുത്തവാത്തിറായി വന്നതാണ്. മുത്തവാത്തിറത്താനി ഈ പറഞ്ഞതായ ഈ രണ്ട് രീതിയിലുള്ള ഖിറാഅത്തും മുത്തവാത്തിറത്തുമാണ്. നിഷേധിക്കാരെ കൊണ്ട് പറ്റൂല. ഇത്രമാത്രം മുത്തവാത്തിറായി വന്നതായ ഹദീസാണിത്. ഓത്ത് ഈ ഖിറാഅത്ത് അങ്ങനെയുള്ളതാണ്. എന്നതുപോലെ ബിസ്മി ഉണ്ട്, ബിസ്മില്ല. അതിന് ബന്ധവിടെ കുഴപ്പം ഒരു കുഴപ്പം പറയാനില്ലല്ലോ. അപ്പൊ ആ സംശയം അങ്ങ് തീർക്കാം. ഓ കൊല്ലും മുനസ്സലും മിൻ ഇന്ദില്ല ഈ രണ്ട് രീതിയിലുള്ള ഓത്തും ഖുർആനിലുണ്ടാവുമ്പോ ഈ ആയത്ത് ആരിന്ന് വന്നതാ? അള്ളാഹു എന്ന് ഇറക്കപ്പെട്ടതുമാണല്ലോ. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ മിൻ എന്ന് പറയുന്ന അക്ഷരത്തെയും വഹുവ എന്ന് പറയുന്ന അക്ഷരത്തെയും സ്ഥിരപ്പെടുത്തി അഥവാ എന്ന് കൊണ്ടോതിയാൽ അല്ലെങ്കിൽ എന്തെന്നറിയാമോ? ഫഇന്നല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ് ഫഇന്നല്ലാഹ ഹുവൽ ഗനിയ്യു എന്നുള്ളടുത്ത് ഫഇന്നല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ് അവസരപ്പെടുത്തിയാലോ? ഇങ്ങനെ ഓതുന്നു. ഇങ്ങനെ സ്ഥിരപ്പെടുത്തി ഓതിയാൽ ഖറഅ ബിഹർഫിൻ മിനൽ അഹ്റുഫിസ് സബ്അ ഇവിടെ 7 ഹർഫുകൾ എന്ന് പറഞ്ഞല്ലോ. ഈ 7 ഹർഫുകളിൽ നിന്ന് ഒരു ഹർഫ് കൊണ്ട് ഖുർആൻ ഓതി എന്നായില്ലേ. വമൻ ഖറഅ ബിഇസ്ഖാതിഹിമാ 2 ഹർഫിനെ കളഞ്ഞു കൊണ്ടൊരാൾ ഓതിയാലോ ഖറഅ ബിഹർഫിൻ മിൻഹാ ആ 7 ഹർഫ് ഒരു ഹർഫ് കൊണ്ട് ഓതിന അവിടെയും വരുമല്ലോ. എന്നതുപോലെ വകദാലിക്കൽ ബസ്മലത്തു ബിസ്മി അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ 7 രീതിയിലുള്ള ഖിറാഅത്ത് ഉണ്ടല്ലോ. ഈ 7 രീതിയിലുള്ള ഖിറാഅത്തിൽ ഇങ്ങനെ വരുമ്പോൾ വ്യത്യസ്തമായ ഓത്തുണ്ടാവും. എന്നതുപോലെ ഒരു ഖിറാഅത്തിൽ ബിസ്മിണ്ട്, മറ്റൊരു ഖിറാഅത്തിൽ ബിസ്മില്ല എന്ന് വെക്കണം. ഇവിടെ 7 ഹർഫ് എന്ന് പറയുമ്പോൾ 7 ഖിറാഅത്ത് ഉദ്ദേശിക്കാം. വലിഹാദൽ ഖുർആഉ സബ്അതു അപ്പൊ 7 വിധത്തിലുള്ളതായിരിക്കുന്ന ഹർഫിലൂടെ ഖുർആൻ വരുമ്പോൾ അങ്ങനെ 7 വിധ ഓത്ത് ഇവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഖുർആൻ ഇസ്മുഹും അവരിൽ ചില ആളുകള് അതായത് പകുതി ആളുകൾ ബി ബസ്മല ബിസ്മി കൊണ്ടോതി വനിസ്ഫുഹും ബി തർക്കിഹ 7 പകുതി ആളുകൾ ബിസ്മി ഉപേക്ഷിച്ചുകൊണ്ടും എന്തായി ഓതി. ഇങ്ങനെ വരും. ഇവിടെ തർക്കം തീരാൻ പോവുകയാണ്. ബിസ്മി ഉണ്ട് ഇല്ലാതെ സംശയിക്കണ്ട. കുല്ലുൻ ഈ 7 ആൾക്കാരിൽ രണ്ടും ഓതിയത് ബിസ്മി ഉണ്ടായിട്ടും ഇല്ലാതെയും ഓതിയത് ആ ഓത്തുകാരിലേക്ക് ഒരു സനദ് എത്തിയിട്ടുണ്ട്. ആ സനദ് ചേർന്ന് വന്ന ആ അറഫ് എങ്ങനെയാണോ അത് പ്രകാരമുള്ള ഓത്താണ് ബിസ്മി ഓതിയത് ഇല്ലാതെയും ഉണ്ടെങ്കിലും. തഖരീരി ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അങ്ങ് തഖരീറാക്കിയിട്ട് വേണ്ടതുപോലെ മനസ്സിലാക്കണം വെച്ചാൽ ഇൻജല ഇഷ്കാലും കബീർ പർവ്വത സമാനമായി നിൽക്കുന്ന വലിയ ശക്തിയുള്ള ഈ ഇഷ്കാലുണ്ടല്ലോ അതങ്ങ് വല്ലാതെ പൊടിഞ്ഞ് ആണ് വെളിവായി നിൽക്കും. വഖദ് അശാറ ഇലൈഹി ജമാഅത്തുൻ ഒരു പറ്റം പണ്ഡിതന്മാർ ഈ വിഷയത്തിലേക്ക് ചൂണ്ടി. ആ ജമാഅത്ത് മിൻകും അവന് പെട്ടവരാണ് ഇബ്നുൽ ജസരി എന്ന് പറയുന്ന ആള്. എവിടെ ചൂണ്ടി? ഫിൻ നഷ്റിൽ ഈ വിഷയത്തിൽ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ പറഞ്ഞ വിഷയം? ഇതാ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു ഹാശിയത്തുൽ ബൈളാവിൽ പറഞ്ഞവിടെ കഴിഞ്ഞു. ഇനി വമിസ്ലുഹു ഇതുപോലൊരു ഉദ്ധരണി നമുക്ക് എവിടെ കിട്ടും? ഫി ഹാശിയത്തി അലാ മുവത്തി മാലിക് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥമായിരിക്കുന്ന മുവത്ത ആ മുവത്തക്ക് ഒരു ഹാശിയ എഴുതിയിട്ടുണ്ട് ഇമാം സുയൂത്തി അവർ. അതിൽ പറയുന്നത് വസാദ
അതിൽ കൂടുതൽ പറഞ്ഞെന്താ അൽത്തവുമിന്താലിക്ക, ഇതിനേക്കാൾ ഏറ്റവും മയമായത് എന്താ, അന്നനാഫിയൻ, ഈ സംശയം ദൂരീകരിക്കാൻ ഏറ്റവും നല്ല മാർഗം അന്നനാഫി, നിശ്ചയമോൻ നാഫി എന്നവര് ലഘു മഹാനവറുകൾക്ക് റാവിയാരി 2 റിപ്പോർട്ടർമാരുണ്ട്. അൻഹു ബിഹിമാ, ആ 2ൽ ഒരാള് അദ്ദേഹത്തെ തൊട്ട് ഓതിയത് എന്തുകൊണ്ടാണ്, ബിസ്മി കൊണ്ടാണ്. വല്ലാഹറു, മറ്റേ റിപ്പോർട്ടോ ബിഅദ്ഫിയ, ബിസ്മിയെ കളഞ്ഞുകൊണ്ടാണ്. 2 റിപ്പോർട്ടർമാർ നാഫി എന്നതിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. നാഫിയിലൂടെ ഇത് വന്നത്. അപ്പൊ 2 രീതിയിലുള്ള ഒത്തുണ്ടെന്ന് മനസ്സിലായല്ലോ. ഫദല്ല അലാ അന്നൽ അംറൈനി തവാത്തറ ഇൻദഹു, അപ്പൊ എന്തായെന്നറിയാമോ, ഫദല്ല അറിയിച്ചു അലാ അന്നൽ അംറൈനി, ബിസ്മി ഉണ്ടായിട്ടും ബിസ്മി ഇല്ലാതെയും ഉള്ളതായിരിക്കുന്ന ഖിറാഅത്ത് തവാത്തറ ഇൻദഹു, നാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ തവാത്തറായി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ, ബിഅൻ ഖറബിൽ അറഫൈനി മഅൻ, ഒപ്പം 2 അറഫ് കൊണ്ടും ഓതുക എന്ന രീതി കിട്ടിയിട്ടുണ്ട്. കുല്ലുൻ, എല്ലാതും ബി അസാനീദ മുതവാത്തിറത്തിൻ, മുതവാത്തിറായി കിട്ടിയ സനദുകളാണ്. അപ്പൊ തെളിവിന് പറ്റും ആ രീതിയിലായി ഓത്തു വരുന്നത്. ഒബിഹാദ തഖ്രീരി, ഈ പറഞ്ഞതായിരിക്കുന്ന തഖ്രീർ കൊണ്ടും ഇജ്തമഅത്തുൽ ഹദീസുൽ മുഖ്തലിഫതു, വിഭിന്നങ്ങളായിരിക്കുന്ന ഹദീസുകളെല്ലാം ഒരുമിച്ചു. എന്തിന്റെ പേരിൽ, അലാ കസിറത്തി കുല്ലി ജാനിബിൻ മിൻക, ഈ ഹദീസുകളിൽ നിന്നൊക്കെ പറഞ്ഞ എല്ലാ ജാനിബും, എല്ലാവരുടെ ഭാഗം കൂടി എല്ലാത്തിന്റെയും കസിറത്തിന്റെ മേൽ ഒരുമിച്ചുകൂടി. വഞ്ചൽ ഇഷ്കാനു വസാഖത്ത് തഷ്കീക്കു, അങ്ങനെ ഇഷ്കാലാക്കാന്നുള്ള പരിപാടി നീങ്ങി. അതോടൊപ്പം തന്നെ സംശയത്തിൽ അകപ്പെടുത്തുക എന്നുള്ള പരിപാടിയും പൊളിഞ്ഞുപോയി. ഈ തഖ്രീറുകളും ഈ തഹരീറുകളും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല 2 ഹാഷ്യ കൊടുത്ത ഉദ്ധരണി ബഹുമാനപ്പെട്ട ഹബീബ് എന്നവർ നമ്മുടെ ശറയിലൂടെ കൊണ്ടുവരികയുണ്ട്. ഇത് മനസ്സിലാക്കിയെടുത്താൽ ഇവിടെ വിഷയം തീർന്നു. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് ബിസ്മി ഉണ്ടായിട്ടും ഇല്ലാതെയും ഓതാൻ തെളിവുണ്ട്. നമ്മൾ ഷാഫി ഫിഖ് പ്രകാരം പോവുകയാണെങ്കിൽ ബിസ്മി വേണം, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. അവരുടെ ഹദീസ് ഉണ്ടല്ലോ, ബിസ്മി ഇല്ലാതെ വന്നിട്ടുമുണ്ട്. പക്ഷെ അത് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകാർ ചെയ്യുന്നത് പോലെ ചെയ്താൽ അപകടമാണ്. കാരണം ബിദ്അത്ത് മദ്ഹബില്ലാത്തവരാണ്, മദ്ഹബിനെ തൊട്ട് പുറത്തു പോയൊരു ലാലിലും മുള്ളിലാണ്. അപ്പൊ അത് ഉദ്ധരിച്ചുകൊണ്ട് മദ്ഹബ് അംഗീകരിക്കാതെ അവര് ബിസ്മി ഇല്ലാതെ ഓതിയാൽ ആ ഓത്ത് നമുക്ക് അംഗീകാരമല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ കഴിച്ചിലായത് ഷാഫി ഫിഖ് പ്രകാരം ബിസ്മി ആയത്തിൽപ്പെട്ടതാണ്. ഹനഫി മദ്ഹബ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിസ്മില്ലായിക്കോട്ടെ, ഹനഫി മദ്ഹബുകാരാണ്. അവർക്ക് അതിൽ നിർബന്ധമില്ല, നമുക്ക് അതിൽ നിർബന്ധമുണ്ട്. ഇങ്ങനെ പല തർക്കങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ് അംഗീകരിച്ചവർ കഴിച്ചിലായി. അംഗീകാരം വേണം, അല്ലാത്ത തന്നെ ഇഷ്ടപ്രകാരം പറഞ്ഞാൽ അപകടമല്ലേ. അതിനെക്കുറിച്ച് അത്രയേ പറയേണ്ടതുള്ളൂ. എന്നിട്ട് ഹബീബ് എന്നോട് നമ്മോട് പറയുന്നു, ബിസ്മിയെ കുറിച്ചുള്ള കാര്യത്തിൽ സഹോദര, താങ്കൾക്ക് നമ്മൾ ഇവിടെ നക്കൽ ഉദ്ധരിച്ച് തന്നല്ലോ, നക്കൽ ചെയ്തു തന്നു, ഉദ്ധരിച്ചു തന്നു. ആ ഉദ്ധരണി വേണ്ടതുപോലെ അറിഞ്ഞ് മനസ്സിലാക്കിയാൽ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതൽ വുജൂബാണ്. ഫാത്തിഹ സൂറത്ത് ഉപേക്ഷിക്കൽ കൊണ്ട് നിസ്കാരം ഫസാദാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തരാം നിനക്ക്. എന്നിട്ട് പറയുന്നു മഹാനവറുകൾ, ബിസ്മിയെ കുറിച്ച് ചർച്ച കഴിഞ്ഞ് ഇനി ഫാത്തിഹയെല്ലാം നിസ്കരിച്ചാൽ ശരിയാവില്ല, ഫാത്തിഹ നിർബന്ധമാണെന്ന വിഷയം പറയാം. ഖാലഫി ദുർറുൽ മൻസൂർ, ദുർറുൽ മൻസൂർ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഷാഫി റളിയല്ലാഹു അൻഹു ഉമ്മിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബി ഷൈബ റളിയല്ലാഹു അൻഹു ഫിൽ മുസന്നഫ്, തന്റെ മുസന്നഫ് റിപ്പോർട്ട് ചെയ്യുന്നു. അഹ്മദ് റളിയല്ലാഹു അൻഹു ഫി മുസ്നദി, തന്റെ മുസ്നദ് റിപ്പോർട്ട് ചെയ്യുന്നു. വൽ ബുഖാരിയു വ മുസ്ലിമു വ അബൂ ദാവൂദ വ തുർമുദിയു വ നസായി വ ഇബ്നു മാജ വൽ ബൈഹഖി ഫി സുനനി. ഈ പറഞ്ഞ മഹാന്മാരെല്ലാവരും റളിയല്ലാഹു അൻഹു അവർ അവരുടേതായ ഗ്രന്ഥങ്ങളിലൂടെ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാണാമാരെ തൊട്ട് അൻ ഉബാദത്ത് ബിൻ സാബിത്ത്, ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് എന്താ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചക പൂങ്കവർ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മൊഴിയുന്നു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതാത്തവരാക്ക് നിസ്കാരമേ ഇല്ല എന്ന് ഹദീസ്. ഇങ്ങനെയൊക്കെയാണ് ഫാത്തിഹയെ കുറിച്ചുള്ള ചർച്ച. തീർന്നിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി വീണ്ടും നമുക്ക്
ഈ വിഷയമായി ഇത് സംബന്ധമായുള്ള ശബ്ദവുമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതെല്ലാം അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.